ആഞ്ഞടിച്ച UDF തരംഗത്തിനിടയിലും കേരളത്തിൽ നേട്ടം കൊയ്ത് BJP. കഴിഞ്ഞ തവണ പൂട്ടിപ്പോയ നേമത്തെ അക്കൌണ്ടിനൊപ്പം LDF-ൽ നിന്ന് 2 മണ്ഡലങ്ങൾ കൂടി BJP പിടിച്ചെടുത്തു. ഫ്ലാഷ് ബാക്ക്. അതിപ്പോ നാളെ ഏതാണ്ട് 8 മണി വരെ വിരിഞ്ഞോട്ടെ. 8 മണി കഴിഞ്ഞാൽ പാടും ഉറപ്പായിട്ട്. അതല്ല ഉദ്ദേശം, ഞാൻ മാറി. അത് ബാങ്കിൽ അക്കൗണ്ട് തുടങ്ങാം. കേരളത്തിലുണ്ടാവില്ല, ബാങ്കിൽ തുടങ്ങാം. പിന്നെ ചൂടാണ്ട് AC ഒന്നും ഇല്ല. അത് തിരുവനന്തപുരത്ത് കുളത്തിൽ താമര വിരിയും, അവിടെ പത്മതീർത്ഥ കുളത്തിൽ താമര ഉണ്ടെങ്കിൽ വിരിയും. എന്നിട്ട് ശരിയാണ്, സത്യമാണ്. ചക്ക പൊളിക്കുന്ന താമര പോലെ ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് ചക്ക പൊളിക്കുമ്പോ താമര വരുന്നത്. ചക്കയുടെ മറ്റേ ഇങ്ങനെ ഇതായിരിക്കും ഉദ്ദേശിക്കുന്നത്. താമര വിരിയുന്നത് അങ്ങനെയല്ലേ, അതായിരിക്കും ഉദ്ദേശിച്ചത്. എന്തൊരു ചൊറിച്ചില്. ഈ പ്രാവശ്യം കേരളത്തിൽ മൊത്തം താമര വിരിയോ? വേനൽക്കാലം ആണെങ്കിൽ വിരിയില്ല. നമുക്ക് ക്ലൈമറ്റ് എങ്ങനെയാന്ന് വെച്ചാൽ നോക്കിയിട്ട്. ഈ അറിവ് എവിടെ നിന്ന് കിട്ടി? പത്രത്തിൽ നിന്ന് അടിച്ചു മാറ്റിയതാ. ഷിയാസ്ക്ക് തോന്നുന്നുണ്ട് ഈ പ്രാവശ്യം താമര കേരളത്തിൽ മൊത്തം വിരിയും എന്ന്. കുളത്തിൽ വിരിയും, കേരളത്തിൽ ഒരൊലക്ക കിട്ടുമോ? ഒലക്കയോ? ഒലക്ക ഉണ്ടാവില്ല കേട്ടോ, ഒരല് മതിയോ? BJPക്ക് എത്ര സീറ്റ് കിട്ടും? BJPക്ക് ഉണ്ടം പോരി മൊട്ടക്കല്ല, ഒന്നും കിട്ടാൻ പോകുന്നില്ല. പിന്നെ BJPക്ക് എത്ര സീറ്റ് കിട്ടും? ഇതേ ഞാനൊരു മാതിരി ഒരു വർത്തമാനം ഞാൻ പറഞ്ഞിട്ടുണ്ട്. BJP വിരിയത്തില്ല. താമര വിരിയണ്ടെന്നേ. എന്താ ഈ പറയുന്നത്? 2030 ആകുമ്പോ കേരളം അവര് പറയുന്ന ചൊൽപ്പടിക്ക് നിർത്താനാണ് ഉദ്ദേശമെങ്കിലും നടക്കത്തില്ല. വിരിയത്തില്ല. ഒരു സീറ്റും കിട്ടാൻ പോകുന്നില്ല. ഉണ്ടം പോയി മൊട്ട തല, ഒന്നും കിട്ടാൻ പോകുന്നില്ല. വിഡ്ഢിത്തരം വിളിച്ചു പോവാതിരിക്കുക. ബായ് കുട്ടികളെ, ഗോഡ് ബ്ലെസ് യു. എനിക്കതല്ല, തലക്കോളം കയറിക്കഴിഞ്ഞാൽ മനുഷ്യന്മാർ ഇങ്ങനെ കാണിച്ചു വിട്ടു. നിയമത്തിന്റെ കാര്യത്തിൽ BJPയുമായി ബന്ധപ്പെട്ട് ഞാൻ ആശങ്കപ്പെടുന്ന ഒരേയൊരു മണ്ഡലമാണത്. BJP ജയിക്കാൻ സാധ്യതയുണ്ട് എന്ന് കരുതുന്ന മണ്ഡലം. അങ്ങനെ സംഭവിക്കാതിരിക്കാനുള്ള സാഹചര്യം ഉണ്ടാകട്ടെ എന്നും എനിക്ക് ആഗ്രഹമുണ്ട് വ്യക്തിപരമായി. പ്രാർത്ഥിക്കുന്നുണ്ടോ? പ്രാർത്ഥിക്കല്ല, അങ്ങനെ ആഗ്രഹമുണ്ട്. ഇത്രയും കാലമായിട്ട് ഈ നീർക്കോലിക്ക് ഒരു ഇംപ്രൂവ്മെന്റ്സ് ഉണ്ടായില്ലല്ലോ. രാഷ്ട്രീയമാകുമ്പോൾ പിന്നെ പ്രാർത്ഥനയല്ലല്ലോ വേണ്ടത്, പ്രവർത്തനവും അതിനകത്തുള്ള രാഷ്ട്രീയ ബോധ്യങ്ങളുമാണ് പ്രധാനം. അത് അവിടുത്തെ വോട്ടർമാരെ ജാഗ്രതയോടെ നയിക്കട്ടെ. ശിവൻകുട്ടി അണ്ണൻ എന്ന തിരുവനന്തപുരം ജാഗ്രതയോടെ നയിക്കാനില്ല, കഴിഞ്ഞു പോളിംഗ്. അതെ, ശരിയാണ്. അണ്ണൻ ജയിക്കട്ടെ എന്നാണല്ലേ. എന്നാലും സമ്പൂർണ്ണ ചാറ്റരുത ബന്ദർക്ക ബച്ചേ. തദ്ദേശ തെരഞ്ഞെടുപ്പിലും BJP നിയമത്തിന്റെ വാർഡുകൾ നേടിയ വലിയ ഭൂരിപക്ഷമൊക്കെ ഉണ്ട്. അതുകൊണ്ട് വ്യക്തിപരമായിട്ട് വിചാരിക്കുന്നു അങ്ങനെ ഒരു അക്കൗണ്ട് തുറക്കരുത് എന്നാണ്. പുതിയ വാർത്ത, വി മുരളീധരൻ കഴക്കൂട്ടം പിടിച്ചിരിക്കുന്നു. വി മുരളീധരൻ, രാജീവ് ചന്ദ്രശേഖർ, ഒപ്പം VB ഗോപകുമാർ. BJPക്ക് 3 സീറ്റുകൾ കേരള നിയമസഭയിൽ.